എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ദുനിയാവിന്റെ അലങ്കാരം കണ്ട് ദുനിയാവിന്റെ പ്രൗഢിയിൽ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് ഫാസിഖായി കൂടാ, കാഫിറായി കൂടാ, മുനാഫിഖായി കൂടാ, മുബ്തദിആയി കൂടാ. മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും അല്ലാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല, അവൻ യുക്തിവാദിയാണ്. മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ ഈമാനില്ല. അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല, ദുനിയാവിന്റെ വിശാലതയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ഇഷ്ടം പോലെ കൊടുത്തത് മുഅ്മിനീങ്ങളല്ലാത്തവർക്കല്ലേ. ഇന്നും ലോകതലത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മുഅ്മിനിന്റെ കയ്യിലല്ല. അതുകൊണ്ടൊരു നിലവാരമുള്ള സംഗതിയല്ല അത്. ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ, നിന്റെ സഹവാസം മുഅ്മിനോട് വേണം. ഏത് കൂട്ടുകാര് പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഖിറത്തിലെ കൂട്ടുകാരാകണം. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. ചങ്ങാതിമാര് മുഴുവനും വന്ന് പരസ്പരം എതിർക്കുന്നവരാണ്. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്. ഖിയാമത്ത് നാളിൽ എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ്, ശത്രുക്കളാണ്. തിന്മയിൽ ഒത്തൊരുമിച്ച് നിന്നവർ പറയും, നീയല്ലേ എന്നെ കള്ളു കുടിപ്പിച്ചത്, നീയല്ലേ ആ പെണ്ണുമായി എന്നെ ബന്ധപ്പെടുത്തിയത്, നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പെടുത്തിയത്, നീ എന്നല്ലേ മയക്കുമരുന്നിൽ എന്നെ ലാഭക്കൂറുകാരനാക്കിയത്. ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ അവരൊരുമിച്ചാണ്. അവര് പരസ്പരം എതിർപ്പില്ല, പരസ്പരം സഹായിക്കുന്നവരാണ്, പരസ്പരം കൈപിടിക്കുന്നവരാണ്, കൈകോർക്കുന്നവരാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫാസിഖാണെങ്കിൽ, ഒരു മുനാഫിഖാണെങ്കിൽ, ഒരു അധർമ്മിയാണെങ്കിൽ, ഒരു തെമ്മാടിയാണെങ്കിൽ, ഒരൊറ്റ വക്തും നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ, നീ മരിക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ആത്മാവിനെ സന്തോഷം കൊണ്ടുപോകേണ്ടത് അവരല്ലേ? റഹ്മത്തിന്റെ മലക്കുകളല്ലേ മുഅ്മിനീങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അല്ലാത്തവരെ റൂഹിനെ കൊണ്ടുപോകുന്നത് അദാബിന്റെ മലക്കുകളല്ലേ. 500 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ 500 മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ? അവര് വരുന്നത് സ്വർഗത്തിലെ കഫംപുടയുമായിട്ടാണ്. അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്ന് പോയി. കാരണം ഈ മുഅ്മിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മുഅ്മിനല്ല, അവൻ ഫാസിഖാണ്, അവൻ ഫാജിറാണ്, അവൻ മുനാഫിഖാണ്. അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം അകന്നു നിൽക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ 500 ആള് വരുന്നു. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമയെ അസ്രായീലിനുള്ളൂ. കൊണ്ടുപോകുന്നത് അസ്രായീൽ അല്ല അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാം അല്ല കൊണ്ടുപോകുന്നത് മലായിക്കത്തുർ റഹ്മ അല്ലെങ്കിൽ മലായിക്കത്തുൽ അദാബ്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങനെ നിൽക്കണം. എത്ര സമയം വരെ നിൽക്കും? നമ്മുടെ ജനാസ, നമ്മുടെ ഭൗതിക ശരീരം വീട്ടിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈം വരെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ട്. എത്ര ആളെ ജനാസ കൊണ്ടുപോകുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മലക്കുകളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വഹാബിമാരുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഹദീസിൽ കാണാം.
മലക്കുകളുടെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു അവരുടെ ജനാസക്കുള്ള ബഹുമാനം തങ്ങൾ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മബന്ധത്തിന്റെ പേരിൽ ഒന്ന് ജനാബത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ തങ്ങളെ വിളിയാളം കേട്ടപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വാഹനവും എടുത്ത് പെട്ടെന്ന് പുറപ്പെട്ടതുകൊണ്ട് ജനാബത്തായി ഷഹീദായി പോയ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. ഈ വിവരം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പോയി നോക്കാൻ ശരീരമാസകലം വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് അവർ കാണാണ്. കുളിപ്പിക്കുന്നവരെ സ്വഹാബത്ത് കാണുന്നില്ല, വെള്ളം ഒഴുകുന്നത് കാണുന്നു. മലക്കുകളെ മലക്കിൻ്റെതായ ഹഖീഖത്തൻ രൂപത്തിൽ കാണാനുള്ള കഴിവ് അംബിയാഇനല്ലേ അല്ലാഹു നൽകിയത്. മലക്കിനെ മലക്കിൻ്റെതല്ലാത്ത രൂപത്തിൽ അംബിയാക്കളല്ലാത്തവരും കാണും, മനുഷ്യരൂപത്തിൽ കാണും. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ്? ബശറൻ സവിയ്യ, സമ്പൂർണ്ണ മനുഷ്യനായ രൂപത്തിലാണ് വന്നത്. അങ്ങനെ വരും. അതേ സമയത്ത് മലക്കിനെ മലക്കിൻ്റെതായ രൂപത്തിൽ ഹഖീഖത്തൻ രൂപത്തിൽ അംബിയായിനെ കാണാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹൻദല റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുന്നു. ആ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും മലക്കുകളെ സാന്നിധ്യത്തിന്റെ ആധിക്യം തങ്ങൾ പറയുന്നു. ഒരുപാട് മലക്കുകൾ വന്നുപോയി. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങിപ്പോയി. കാരണം മലക്കുകൾക്ക് വലിയ സ്ഥാനം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അല്ലാഹു നൽകിയിട്ടുണ്ട്. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അതൊരു ചെറിയ സംഭവമല്ല, വലിയ അനുഗ്രഹമാണ് ലഭിച്ചത്. സഹോദരങ്ങളെ, നല്ലവരുമായി സഹവസിക്കണം, നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടണം, നല്ല സ്വഭാവങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളോടൊപ്പം സഹവസിക്കണം. അവരോടൊപ്പം സഹവസിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റം വരും, പ്രവർത്തനങ്ങൾ മാറിപ്പോകും, മനസ്സ് മാറിപ്പോകും, സ്വഭാവങ്ങൾ മാറിപ്പോകും. അതിനല്ലേ മഹാന്മാര് ഉദാഹരണം പറഞ്ഞത്, നീ സ്വാലിഹീങ്ങളോട് കിടകലർന്ന് ജീവിക്കണം. അവർ കാരണം നിനക്ക് നന്മ ലഭിക്കും, നിന്റെ ദുനിയാവ് നന്നാകും, ആഖിറം നന്നാകും. കാരണം അവർ ഭൂമുഖത്തുള്ള നക്ഷത്രങ്ങളാണ്. അതേ, നല്ല ആളുകളുടെ കൂടെ ഇരിക്കുന്നതിന് ഹദീസിൽ ഉദാഹരണം പറഞ്ഞത് മസലുൽ ജലീസി സ്വാലിഹി, നല്ല മനുഷ്യന്റെ കൂടെ ഇരിക്കുന്ന ആള് അത്തർ വിൽക്കുന്ന ആളെ കൂടെ ഇരിക്കുന്നവനെ പോലെയാ. അത്തർ വിൽക്കുന്ന ആളെ കൂടെ ഇരുന്നാൽ എന്താണ് കിട്ടുന്നത്? ഒന്നുകിൽ അത്തറിന്റെ മണം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് നീ വില കൊടുത്തു വാങ്ങും, അതല്ലെങ്കിൽ അത്തറുകാരൻ ഒന്ന് വാസനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തേച്ചു തരും, അതല്ലെങ്കിലോ അത്തർ വാങ്ങാൻ വന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നോ മറ്റോ അത്തർ നിനക്ക് വാസനിക്കും. 3 രൂപത്തിലായാലും നിനക്ക് ഖൈറല്ലേ. അത്തർ വാങ്ങിയാലും നല്ല വാസനയാണ്, അത്തർ ഫ്രീ ആയി തേച്ചു തന്നാലും നല്ലതാണ്, മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടുപോയി തേക്കുമ്പോഴും നിനക്ക് വാസനയാണ്. നല്ലവരോടൊപ്പം ചേർന്ന് നീ ജീവിക്കുമ്പോ ഒരുപക്ഷെ നല്ല മാതൃകകൾ നിനക്ക് ലഭിക്കും, അല്ലെങ്കിൽ നീ ചോദിച്ച മാതൃകകൾ സ്വീകരിക്കും, ഇൽമു നേടും. നീ അവരുടെ പിന്നാലെ കൂടിയിട്ട് അതെന്താ ഇതെന്താന്ന് ചോദിച്ച് നീ പഠിക്കും. അതൊന്നുമില്ലെങ്കിലോ മറ്റു പലരും അവിടെ വരുമ്പോ ദുആ ചെയ്യുമ്പോ ദുആഇന്റെ ബറക്കത്ത് നിനക്ക് ലഭിക്കും, സതുപദേശത്തിന്റെ മഹത്വം നിനക്ക് ലഭിക്കും. അവരെ കൂടെ ഇരിക്കുമ്പോ നിന്റെ മനസ്സ് നന്മയിലാണ്, നിനക്ക് നല്ല മണമാണ് ലഭിക്കുന്നത്. അതേ സമയത്ത് ദുഷിച്ച സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നവര് കൊല്ലപ്പണിക്കാരന്റെ അടുത്ത് പോയി ഇരിക്കുന്നവരെ പോലെയാണ്. എന്താണ് അവിടെ പോയിരുന്നാൽ അവൻ നല്ല ഇരുമ്പും മറ്റുമൊക്കെ വേവിക്കുമ്പോ അതിന്റെ കറകൾ നീക്കുമ്പോ ആ ഇരുമ്പിൽ നിന്നുള്ള തുരുമ്പുകൾ നിന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് വന്നാൽ ചിലപ്പോ നിസ്കരിക്കാൻ പോലും പറ്റൂല, ഓട്ടയായിട്ട് വേറെ വസ്ത്രം
മാറി ധരിക്കേണ്ടി വരും. നിന്റെ ബാഹ്യതലത്തിൽ ഇങ്ങനെ ഒരു നിനക്ക് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സ്വഭാവം വരുന്നത് ഉള്ളിലേക്കും അതിന്റെ കേടുവരും. ദുസ്വഭാവിയുടെ കൂടെ നീ ഇരിക്കുമ്പോ അവന്റെ ബാഹ്യതലത്തിലുള്ള സ്വഭാവം മോശമാണ്. അത് പതുക്കെ പതുക്കെ നിന്റെ മനസ്സിലേക്കും പിടിമുറുക്കി പോകും. ഒന്നുമില്ലെങ്കിൽ ഇനി അങ്ങനെ അവിടെ കത്തിക്കുന്നൊന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് തുരുമ്പുകളൊന്നും തെറിച്ച് കരികളോ തീപ്പൊരികളോ വരുന്നില്ലെങ്കിലും ദുർഗന്ധം നിനക്ക് സഹിക്കാൻ പറ്റൂല. ദുർഗന്ധ വാസനയുണ്ടാകും അവിടെ. അല്ലെങ്കിലും ആ ചെയ്യുന്ന പണി ചെയ്യുന്ന സ്ഥലത്ത് നീ ഇരിക്കുമ്പോ നിനക്ക് കാണാനും വാസനിക്കാനും സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ടാകും. ഈ ദുസ്വഭാവിയുടെ കൂടെ ഇരിക്കുമ്പോ ദുസ്വഭാവങ്ങൾ പകരുമെന്ന് പറഞ്ഞപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഈ ഹദീസിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ബിദ്അത്തുകാരന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഫാസിഖിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഗീബത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, നമീമത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഫിത്നയും ഫസാദും പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. സെക്സ് മാത്രം പറയുന്ന ചില ആളുകളുണ്ട്. ഏത് ഭാഷ പറഞ്ഞാലും സെക്സേ മണക്കൂ. അവരെങ്ങനെ പറഞ്ഞാലും അവ്യക്തമായി പറയുന്നത് മുഴുവനും സെക്സ് ആണ്. മടങ്ങുന്ന ലമീർ മുഴുവനും അതിലേക്കാണ്. അങ്ങനത്തെ ആളെ കൂടെ നീ ഇരുന്ന് പോകരുത്. നിന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറും അത്. നിനക്കത് സന്തോഷമായി മാറും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ. ഇവിടെ വന്നിട്ട് മഖ്ബറയിൽ സിയാറത്തൊക്കെ ചെയ്ത് അവരാദ്യമായിട്ട് 28ാമത്തെ വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്, ഒരു നല്ല വിസ കിട്ടിയിട്ടുണ്ട്, നല്ല ജോലിയൊക്കെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. എല്ലാവരും സമ്മതമൊക്കെ തന്ന് വാപ്പിയും ഉമ്മയൊക്കെ സന്തോഷത്തോടെ എല്ലാവരും ഉണ്ട് വാഹനത്തിൽ സിയാറത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ യാത്രയിൽ സിയാറത്തിൽ പ്രത്യേക സുന്നത്തില്ലേ? സുന്നത്തില്ലാതെ അപ്പോൾ ആൾക്കാർ അങ്ങനെ സുന്നത്തുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വലിയ യാത്രയില്ലേ മിഅ്റാജ്? ഡയറക്റ്റ് ആയിട്ട് മിഅ്റാജിലേക്ക് പകർന്നു എന്നതാ അല്ല. മക്കയിൽ നിന്ന് പോകുമ്പോ ആദ്യം ഒരു സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നിസ്കരിച്ചു. ചോദിച്ചു, ഇതേതാ സ്ഥലം? സല്ലൈത ബി ത്വയ്ബ. തങ്ങളിപ്പോ നിസ്കരിച്ച ത്വയ്ബയിലാണ്, മദീനയിലാണ്. അടുത്ത കൊല്ലം കഴിഞ്ഞാൽ ഹിജറ വരാനുള്ളത് ഇങ്ങോട്ടാണ്. അവിടെയാണ് ഇപ്പൊ തങ്ങൾ നിസ്കരിച്ചത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി, ഇറങ്ങണം നബിയെ, ഫസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം ഇവിടെ. ഇതേതാ സ്ഥലം? ഇത് ബത്ലഹേമാണ്. എന്താണ് ഇവിടെയുള്ള പ്രത്യേകത? മൗലിദ് ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ഈ ബത്ലഹേം എന്ന് പറയുന്ന ഈ കുന്നിന്റെ മുകളിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അവിടെ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയി പറഞ്ഞു, തങ്ങൾ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. എവിടെയാന്ന് ചോദിച്ചു. ഇപ്പൊ തങ്ങൾ ഇറങ്ങിയത് മദിയനിലാണ്. ഇതാരുടെ നാടാണ്? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം അവർ താമസിച്ച പ്രബോധനം നടത്തിയ സ്ഥലമാണ്. ഈ നാടിന് ബർക്കത്തുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കണം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷമല്ലേ ബൈത്തുൽ മഖ്ദിസിൽ തങ്ങൾ എത്തുന്നത്. എന്തിനാണ് അതിന്റെ മുമ്പ് ഇവിടൊക്കെ ഇറങ്ങി നിസ്കരിച്ചത്? ബറക്കത്തുള്ള സ്ഥലങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത് യാത്രക്ക് തുടക്കം കുറിക്കുന്നത്, യാത്രയിൽ ഇടയിടയിൽ അങ്ങനെ ബറക്കത്തെടുക്കുന്നത് പുണ്യമാണ്, സുന്നത്താണെന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ, ഒരു സിയാറത്തിന് വേണ്ടി ഇത്രയും കാലം നാട്ടിൽ നിന്നല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മറ്റൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യും, പോവുകയാണ്. അപ്പൊ സിയാറത്തിന് വേണ്ടി വന്നു. സിയാറത്ത് കഴിഞ്ഞ് മൂപ്പര് ഗൾഫിലേക്കൊക്കെ പോയി സലാം പറഞ്ഞ് എല്ലാവരും ദ്വാരന്ന് പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വെള്ളിയാഴ്ച സിയാറത്തുണ്ട് അവിടെ. വെള്ളിയാഴ്ച സിയാറത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുമ്പോൾ മൂപ്പര് നിൽക്കുന്നില്ല. മൂപ്പര് പോകുക, ചെരുപ്പിട്ട് വേഗം പോകാൻ, വാഹനമൊക്കെ സ്റ്റാർട്ടാക്കി വേഗം പോകാൻ, നല്ല വാഹനത്തിൽ വേഗം പോകാൻ. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു, എന്താ മൂപ്പര് സിയാറത്തിനകത്ത്? ഇവിടെ പോകുമ്പോ ഇവിടുന്ന് സിയാറത്ത് ചെയ്തിട്ടില്ലേ പോയത്? ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നേരെ പോയി കിട്ടിയ സഹവാസികൾ ആരാന്നറിയോ? ബിദ്അത്തുകാരാണ്. അവർ നല്ല മരുന്ന് വെച്ചു കൊടുത്തു കൽബിലേക്ക്. ഇടക്കിടക്ക് അവന് CD കൊടുത്തു. ഇടക്കിടക്ക് കാണാൻ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി കൊടുത്തു. എല്ലാം കിട്ടിയപ്പോൾ അല്പജ്ഞാനിയായ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ മഹാന്മാരോട് വിരോധം വന്നുപോയി. അവരെ സിയാറത്ത് തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. സലാം കൂടിയും പറയരുത്, അവരെ മഖ്ബറിന്റെ സമീപത്ത് പോലും നിന്നു പോകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്. വീട്ടിലെത്തി നോക്കുമ്പോ ഉമ്മയതാ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതിയിട്ട് ഇശാഇന്റെ ശേഷം ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോ 4 ഫാത്തിഹ ഓതൂലേ,
4 ഫാത്തിഹ ഓതുമ്പോ ഈ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കുന്നു. എന്താ മോനെ ഇന്നലെ ഇല്ലാത്തൊരു നോട്ടം? എന്താ നിങ്ങൾ ചെയ്യുന്നത്? മരിച്ചുപോയ കുറെ ആൾക്കാർക്ക് ഫാത്തിഹ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ മോനെ നിനക്ക് പുതിയ വല്ല വിവരം കിട്ടിയോ? പുതിയ വിവരമല്ല, അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞാണ് വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഉമ്മ ചിന്തിക്കുന്നു, മോനെ ഗൾഫ് പറഞ്ഞാച്ചിട്ട് പുതിയ ആയത്തും ഹദീസൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ദർസ് പോകാൻ പറഞ്ഞിട്ട് കൂടി കേട്ടിട്ടില്ല. എന്താ മോനെ ഓതിയത്? ആയത്തോ ഹദീസോ? ആയത്തുമ്മ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ആയത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? അതൊന്നും അറിഞ്ഞൂടാ. ആയത്തിന് എത്ര വ്യാഖ്യാനമുണ്ട്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനാ ഓതിയത്? നിങ്ങൾ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നുള്ള ഈ ആയത്ത് ഓതിയത്. ഈ ആയത്തിലുണ്ടോ ഫാത്തിഹ ഓതാൻ പാടില്ല? ഈ ആയത്തിലുണ്ടോ ഈ ഒരാള് മരിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ ആ കിട്ടൂല എന്ന് ഈ ആയത്തിലുണ്ടോ? ഇല്ലല്ല. ആയത്തിൽ എന്താ ഉള്ളത്? വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതാണ് അവകാശം പറയാനുള്ളത്. അതാണ്. അതിന് 6 തഫ്സീറുണ്ട്, 1 2 അല്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. എനിക്ക് അവകാശപ്പെടാനുള്ളത് മറ്റൊക്കെ ഔദാര്യ. വാപ്പ എനിക്ക് ഓതിയത്, കൂട്ടുകാർ ഓതിയത്, ബാക്കിയുള്ളവർ നാട്ടുകാർ ഓതിയതൊക്കെ എന്താ? അതൊക്കെ ഔദാര്യാണ്, ബഹുമാനമാണ്. എനിക്ക് അവകാശപ്പെടാനുള്ളത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഓതിയത്, ദിക്ർ ചൊല്ലിയത്, നിസ്കരിച്ചതല്ലേ, അതെനിക്ക് അവകാശപ്പെടാനുള്ളത്. അങ്ങനെ ഒരു അർത്ഥം ആയത്തിനുണ്ടോ? അങ്ങനെ അർത്ഥം ആയത്തിനുണ്ട് എന്ന് ഇസ്മായിൽ ഹക്കിൽ ബറൂസബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മറ്റു ധാരാളം ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു. ഉമ്മ വാത് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനല്ലേ? അപ്പൊ മകൻ പറയാം, അങ്ങനെയൊന്നല്ല ആയത്തിന്റെ അർത്ഥം. പിന്നെ ആയത്തിലൂടെ ഫാത്തിഹ ഓതണ്ടാന്ന്, ആയത്തിലൂടെ ഖുർആൻ ഓതണ്ടാന്ന്, സിയാറത്ത് ചെയ്യണ്ടാന്ന് എവിടെ? അപ്പൊ ഉമ്മ ചോദിച്ചു, സിയാറത്തിന് ഫലമില്ലെങ്കിൽ മോനെ എല്ലാ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരുമ്പോൾ യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ, നാളെ ഒരു ഉസ്താദ് വാദറിനെ കേട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മമാരൊക്കെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മക്കളെ നന്നാക്കാൻ കഴിയൂല. എന്താ പഠിച്ചു വെക്കണ്ടേ? എല്ലാ ഇൽമും പഠിച്ചു വെക്കണം. തൗഹീദും വിശ്വാസവും തെളിവൊക്കെ പഠിച്ചു വെക്കണം. നമ്മള് ഉമ്മമാരെ സാധാരണ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത് മാത്രം പഠിച്ചാൽ പോരെ, എല്ലാം പഠിക്കണം. കുട്ടികൾ വിശ്വാസം പേച്ചു വരുമ്പോ അവരെ നല്ലോണം നിർദ്ദേശിച്ചിട്ട് ഒരൊറ്റ രാത്രി തന്നെ അവരെ മനസ്സ് നന്നാക്കണം. അങ്ങനെ 2 കൊല്ലം കിട്ടിയാൽ ചേറ് നീക്കണമെങ്കിൽ ചെറുത് പോരാ. വിദേഹത്തിന്റെ കറ നീക്കണമെങ്കിൽ കട്ടിയിൽ തന്നെ ഉപദേശം കൊടുക്കണം, കട്ടിയിലുള്ള തെളിവും പറഞ്ഞു കൊടുക്കണം. ഉമ്മാമ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഉമ്മാമ മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല, മുസ്ലിം ഓതി പഠിച്ച ഉസ്താദ് വാല് പറഞ്ഞ ഹദീസേ ഉമ്മാമ കേട്ടിട്ടുള്ളൂ. ഉമ്മാമ പറഞ്ഞു, മോനെ ഞാൻ ഫാത്തിഹ ഓതിന് എനിക്ക് വിരോധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മരിച്ചുപോയ വലിയ ഫാത്തിഹ ഓതിയിട്ടല്ലേ നീ കിറുകിറക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർക്കൊന്നും കിട്ടൂല എന്നല്ലേ, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്? എന്നാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആദ്യഘട്ടത്തിൽ 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരാറുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ 9 ദിവസത്തിൽ 2 ദിവസമായി മാറി. അതെങ്ങനെ ഉസ്താദേ 2 ദിവസം? 9 ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അല്ല, ലോകത്തൊരു പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന സൗദ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ സൗദ ബീവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ സൗദ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ 2ാമത്തെ പത്നിയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടുത്തേക്ക് വരാനുള്ള ദിവസം തങ്ങൾ പകല് വന്നാൽ മതി, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് ദാനം ചെയ്തു. ലോകത്ത് 2ാമത്തെ ഒരു പെണ്ണ് പറയോ, എന്റെ അടുത്തേക്ക് ഒരാൾ അന്ന് എന്റെ അടുത്തേക്ക് തന്നെ വരണോ? അപ്പൊ നിനക്ക് വയസ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, എന്റെ അടുത്തേക്ക് ഒരാൾ എന്റെ അടുത്തേക്ക് വരണം, വയസ്സായ നോക്കണ്ട, മറ്റൊന്നും നോക്കണ്ട. അല്ല, നിനക്ക് ഇന്ന് നിന്നോട് ബന്ധപ്പെടാം, അതൊന്നും നോക്കണ്ട, എന്റെ ദിവസം നിന്ന് വരണം, അങ്ങനല്ലേ എന്ന് പറയാം. അതാർക്കും വിട്ടരൂല എന്നല്ലേ പറയാ. അതാ ലോകത്തൊരു പെണ്ണും കൊടുക്കാത്ത സംഭാവന എന്ന് പറഞ്ഞത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എത്രമാത്രം വലിയ ഒരു മനസ്സാ നോക്കണം നിങ്ങൾ, അവർക്ക് എത്ര ക്ലിയറുള്ള മനസ്സാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പക്കാരിയായ പെണ്ണാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലുള്ള മുറാദ് എന്താണെന്നറിയോ? ആ വീട്ടിൽ വെച്ചാണ് വഹയി ഇറങ്ങിയത്. ബാക്കി 8 ഭാര്യമാരെ വീട്ടിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ടില്ല. അപ്പൊ കൂടുതൽ വഹി ഇറങ്ങാനും വിഷയങ്ങൾ വരാനൊക്കെ ഞാനൊരു സഹായിക്കോട്ടെ, അതിന് തങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു. അങ്ങനെ പിന്നീട് 2 ദിവസമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന രാത്രി മഹദി പറയുന്നു, യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീ.
രാത്രിയുടെ അവസാന സമയം ഒരു 3 മണി 4 മണി സമയത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് ദുആർക്കുന്നു, സലാം പറയുന്നു. ജന്നത്തുൽ ബഖീയിലുള്ള ആളുകളോട് നബി തങ്ങൾ സംസാരിക്കുന്നു. അതാകും മാ തുഅദൂൻ ഗദം മുഅജ്ജലൂൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് വന്നല്ലോ. മരണം അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ? ശേഷമുള്ള പരീക്ഷണവും ഈ ജീവിതവും അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ? അത് നിങ്ങൾക്ക് സംഭവിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊപ്പം അവധിയെത്തുമ്പോ ഞാനും വന്നു ചേരും. എന്നിട്ട് പറയുന്നു അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. അല്ലാഹുവിനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം ചോദിക്കുന്നു. ഖബറാളികൾക്ക് മാത്രം ദ്വാർക്കാനല്ല ഖബറിങ്ങൽ പോകുന്നത്, മഖബറയിലേക്ക് പോകുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കും കൂടി ദ്വാർക്കണം. അതിനാ തങ്ങൾ പഠിപ്പിച്ചത് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹുവിനോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു. നിങ്ങൾക്കും ഈ ഖബർ ജീവിതത്തിൽ സുഖം വേണം, ഭൗതിക ലോകത്ത് ഞങ്ങൾക്കും സുഖം വേണം എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. എപ്പോഴാ ദ്വാർക്കുന്നത്? ആഖിറുൽ ലൈലിലാണ്, രാത്രിയുടെ അവസാന ഭാഗത്താണ്. ഒരു ദിവസമാണോ? എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെ പോകാറുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മാമ ഇതാണ് മോനോട് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. നിനക്കെന്താ സംശയം? അങ്ങനെ ഉണ്ട്, ഹദീസ് അങ്ങനെ ഉണ്ട്, സ്വഹീഹാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടൂലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് തങ്ങൾ ദ്വാരുന്ന അവർക്ക് വേണ്ടി ദ്വാർക്കോ? സലാം പറയോ? അള്ളാഹിനോട് ദ്വാർക്കോ? അവർക്ക് കിട്ടും എന്ന് പഠിപ്പിക്കാനല്ലേ അവിടുന്ന് ദ്വാരുന്ന് പഠിപ്പിച്ചത്, സലാം പറഞ്ഞത്. അവർക്കും നമുക്കും വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നത്. രണ്ടു കൂട്ടർക്കും സുഖം കിട്ടും അവിടെ വെച്ച് ദ്വാരുന്നാല്. അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പഠിപ്പിക്കാനല്ലേ? വെറുതെ ആണോ? അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂല എന്ന് മോനെ നിന്നെ പഠിപ്പിച്ച തെറ്റാണ്, നീ ഇതിൽ നിന്ന് മാറണം. കട്ടിയുള്ള തെളിവ് ഉമ്മാമ പറഞ്ഞെടുത്തപ്പോ അങ്ങനെ ഉണ്ടല്ലേ? ആ എന്നാ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോളി, കുഴപ്പമില്ലാണ്ടോ? കുറച്ചും കൊണ്ട് കുറവ് കിട്ടി. അല്ല, സിയാറത്തിന് ഇതുവരെ സിയാറത്ത് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുമ്പോഴും സിയാറത്ത് 2 കൊല്ലം കഴിയുമ്പോഴേക്കിന് എന്തൊരു ഇസ്ലാമാ പഠിച്ച്. അല്ലാ, ഭയങ്കര ഇസ്ലാമാ പഠിച്ച്. എന്താ പഠിച്ചത്? സൂറത്ത് ഏതാന്ന് വെച്ചാൽ ഒന്നും കിട്ടൂല. ഏതാ സൂറത്ത്? അതൊന്നും അറിയില്ല. ഖുർആൻ അങ്ങനെ ആയത്തുണ്ട് നേറുള്ളൂ, ഖുർആൻ അങ്ങനെ ആയത്തുണ്ട് നേറുള്ളൂ, വേറൊന്നും അറിയില്ല. എന്തെല്ലാം ആയത്തുകൾ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂലെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിനോട് പറയണ്ടേ? അല്ലേ? എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ് ഹദീസാണ്. എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയെ. ഞാൻ പുറത്തായിരുന്നു, ഉമ്മാന്റെ അടുത്തുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യാനും സ്വതക്ക ചെയ്യാനൊക്കെ ഉമ്മ പറയായിരുന്നു. അത്രയും സുഹൃതങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജീവിതമാണ് എന്റെ ഉമ്മാന്റെ ജീവിതം. ഞാൻ ആ ഉമ്മാക്ക് വല്ലതും സ്വതക്ക കൊടുത്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ? എനിക്ക് കിട്ടുമെന്നല്ല, തങ്ങളെ മറുപടി നഅം, ഉമ്മാക്കത് ഫലിക്കും. ചോദിച്ചു, എന്ത് സ്വതക്ക നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന സ്വതക്ക ഏതാണ്? തങ്ങൾ പറഞ്ഞു മാഉ, വെള്ളമാണ്. ഫഹഫറ ബിഇറൻ, ഒരു കിണർ കുഴിച്ചു. ഒരു കിണർ കുഴിക്കാത്ര ചെലവ് വേണം. എത്ര ആളുകൾ അതിൽ വെള്ളം കുടിക്കും? എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ്. ഇതിൽ നിന്ന് കുടിക്കുന്നത്, ഉളു എടുക്കുന്നത്, കുളിക്കുന്നത്, വെള്ളം കൊണ്ടുപോകുന്ന ഒക്കെ എന്റെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ഫലിക്കും, വലിയ ഉപകാരം കിട്ടും. അങ്ങനല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്? മരിച്ചതിന് ശേഷം മരണത്തോടു കൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ അല്ലത്. ഇസ്ലാമിന്റെ വിശ്വാസം മരിക്കലോട് കൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ള അങ്ങനെ വിശ്വാസം ഇസ്ലാമിനുണ്ടോ? ഇല്ലല്ല. മരിക്കലോടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതല്ലേ ആഖിറത്തിലേക്കുള്ള അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് പോകാനുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറൂ,
ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ്. ഖബറിൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ ഫമാ ബഅദഹു അഫ്ളഉ, ശേഷമുള്ളത് വല്ലാത്ത നീരസമാണ്, സഹിക്കാൻ കഴിയാത്ത ലോകമാണ്. ഖബറിന്റെ സുആലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, ഉത്തരമൊക്കെ കിട്ടി സന്തോഷായി പോയി. സുഹൃതങ്ങളെ കൊണ്ട് അവിടെ സന്തോഷം നിറക്കാൻ മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞു പോയി. നല്ല നിലക്ക് മലക്കുകൾ മറുപടി പറഞ്ഞ് സന്തോഷിപ്പിച്ചു. എന്നാ പിന്നെ എണീറ്റ് വരുമ്പോഴും സന്തോഷമാണ്, മഹ്ശറിലേക്ക് നടക്കുമ്പോഴും രക്ഷയാണ്, അർശിന്റെ തണൽ അവിടെ ലഭിക്കാൻ ചാൻസ് ആണ്. അതേ സമയത്ത് ഖബറിൽ നിന്ന് തന്നെ രക്ഷ കിട്ടിയില്ല, ശിക്ഷയാണ് വന്നുപോയത്, ഫിത്നയാണ് വന്നുപോയത്, ശേഷമുള്ളത് അതിനേക്കാൾ കഠിനമാണ്. അപ്പൊ മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്ന് യുക്തിവാദികൾ വിശ്വസിക്കും പോലെ, അതേ ദുർവിശ്വാസികൾ വിശ്വസിക്കും പോലെ മുഅ്മിനീങ്ങൾ വിശ്വസിച്ചുകൂടാ. 2 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച നല്ല സുന്നിയായ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ സിയാറത്ത് വേണ്ടാന്നും ഫാത്തിഹ ഓതണ്ടാന്നും അതിലൊന്നും കാര്യമില്ലാന്നും പറഞ്ഞത് വിദേഹത്തുകാരോടുള്ള സഹവാസം കൊണ്ട് കിട്ടിയ രോഗമാണ്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ജനിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ യഖീനും ഈമാനും പോക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനങ്ങളും അവർ ചെയ്യും. ഏറ്റവും കൂടുതൽ അവർ സമൂഹത്തിൽ വില കുറച്ച് കാണിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയുമാണ്. അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ നേതാവ്, അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ അനുയായികൾ, ഇവരെ പോലെ അല്ലാഹ് ബഹുമാനം നൽകിയ അനുയായികൾ ലോകത്ത് വേറെ ഇല്ല. ഈ നേതാവിനെ പോലെ അല്ലാഹ് ബഹുമാനിച്ച ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല. ഒരൊറ്റ ആയത്ത് പറയട്ടെ പഠിക്കാൻ വേണ്ടി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷം ജീവിച്ചു സഹോദരങ്ങളെ? 1000 വർഷക്കാലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വർഷക്കാലം ജീവിച്ചില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം 400 വർഷക്കാലം ജീവിച്ചില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം 1275 കൊല്ലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം 33 വർഷം ജീവിച്ചില്ലേ? ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ജീവിച്ച മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കൾ ഉണ്ടായിട്ടും ഒരു പുരുഷായുസ് ജീവിതം മൊത്തം വലിയ മഹത്വമുള്ള ജീവിതമാണെന്ന് സത്യം ചെയ്ത് അല്ലാഹ് പഠിപ്പിച്ചത് ആരെ ജീവിതമാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ മാത്രമേ അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യന്റെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹല്ലേ ഖുർആനിലൂടെ പഠിപ്പിച്ചത് ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅംറുക തങ്ങളുടെ ജീവിതകാലം മൊത്തമാണ് സത്യം. ലഅംറുക തങ്ങളുടെ ആയുസ്സാണ് സത്യം. 40 ശേഷമുള്ളതല്ല, 63 കൊല്ലവും സത്യം ചെയ്ത് പറയുന്നു. അതേ, സത്യം ചെയ്യാൻ ഇത്രയും മഹത്വമുള്ളൊരു ജീവിതം ലോകത്ത് വേറേതാ? ഇത്ര ബഹുമാനമുള്ളൊരു ജീവിതം, ഇത്ര സന്തോഷമുള്ളൊരു ജീവിതം, ഇത്രമാത്രം ദൗത്യങ്ങൾ നിറവേറ്റൊരു ജീവിതം, ഇത്രമാത്രം പരീക്ഷണങ്ങൾ തരണം ചെയ്ത ജീവിതം, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലോകത്ത് വർഷിച്ചൊരു ജീവിതം ലോകത്ത് വേറേതാണ്? ലഅംറുക തങ്ങളുടെ ആയുസ് കാലം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ആ വിശ്വാസമില്ലാത്ത ആളുകളില്ലേ, അവരവരുടെ മസ്തിൽ അഭിരമിക്കുകയാണ്, പരിഭ്രമിച്ച് നടക്കുന്നു. വിശ്വാസക്കുറവ് ഒരു ലഹരിയാണ്, വിശ്വാസക്കുറവ് ഒരു മസ്താണ്. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ലക്കും ലഗാനുമില്ലാതെ ചെയ്യുന്നൊരു ലോകമാണ് അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസം എന്ന മസ്തില് അവര് പരിഭ്രമിക്കുന്നു, സംശയിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അതിന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ജീവിതം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ്. വേറെ
ഒരൊറ്റ നബിയുടെ ജീവിതവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഒരു മഹദിയുടെ ജീവിതവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബിമാരെ പറ്റി അല്ലാഹു പറഞ്ഞതോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അൻസാറുകളും മുഹാജിറുകളും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവർ ഉറച്ച വിശ്വാസികളാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. അവരെ ഈമാനിൽ ലവലേശം സന്ദേഹം വേണ്ട. അവർ ഈമാനിൽ കമാലിയത്ത് പരിപൂർണത നേടിയ മഹാന്മാരാണ്. അവരെ പോലെ ഈമാനുള്ളവരല്ല പിൽക്കാലത്ത് ജീവിച്ച ഒരാളും. പിൽക്കാലത്ത് ജീവിച്ച ഒരാളും ഇവരെ പോലെ ഈമാനുള്ളവരല്ല. കാരണം അവരെ ഈമാനിന് സർട്ടിഫൈ ചെയ്തത്, അവരെ ഈമാനിനെ ബഹുമാനം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, അല്ലാഹുവാൻ. ഇത്ര ബഹുമാനമുള്ള ആളുകൾ ആരാ ലോകത്ത്? ഇവരെ ബഹുമാനം ഇടിച്ചു താഴ്ത്തുകയാണ് സർവ്വ വിദേഹത്തുകാരുടെയും ലക്ഷ്യം. അവരെ ബഹുമാനങ്ങൾ കുറവാക്കുക, അവർ പറഞ്ഞ വിഷയങ്ങൾ സംശയിപ്പിക്കുക, അവർ ചെയ്ത കാര്യങ്ങൾ തിരുത്തുക, അവരെ പറ്റി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിദേഹത്തുകാരന്റെ കൂടെ ഇരിക്കുമ്പോ, ഗീബത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കുമ്പോ നമ്മളെ മനസ്സ് കേടുവന്നു പോകും. അവൻ ആ പറയുന്നതൊക്കെ നമ്മളെ മനസ്സിലേക്ക് നമ്മളങ്ങനെ പകർത്തി നമ്മളെ മനസ്സിൽ ഓരോ ലെൻസും മനസ്സിന്റെ ഓരോ ശുദ്ധിയുള്ള ഭാഗങ്ങളും ദുഷിച്ചു പോകും, നശിച്ചു പോകും. നല്ലവരുടെ കൂടെ ഇരിക്കണം. ദുനിയാവിനെ ആർത്തി വെച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രം ജീവിക്കരുത്. അപ്പൊ നിന്റെ മനസ്സിൽ ദുന്യാവ് മാത്രമായിരിക്കും. ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലേക്ക് ദുനിയാവിനെ സബബാക്കുന്ന വടിയാക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കണം. ലക്ഷ്യം ആഖിറമാണ്. ദുനിയാവ് അതിലേക്കുള്ള ഒരു ആയുധമാണ്, ഒരു പലകയാണ്, ഒരു പാലമാണ്. ആ പാലത്തിലൂടെ നടക്കുന്ന ഒരു നടത്തം മാത്രമായിട്ട് ദുനിയാവിനെ കണ്ട് ആഖിറം ലക്ഷ്യമാക്കുന്ന മഹാന്മാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. അവരെ കൂടെയാണ് പിൻപറ്റേണ്ടത്, അവരെയാണ് നോക്കി പഠിക്കേണ്ടത്, അവരെയാണ് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞുപോയ മഹാന്മാരെ മുഴുവനും അങ്ങനെ മുറുകെ പിടിച്ചോളൂ. അവർക്ക് അല്ലാഹു തആല ദുനിയാവ് ഇഷ്ടം പോലെ കൊടുത്തിട്ടും ദുനിയാവ് മുഴുവനും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആഖിറത്തിലേക്കുള്ള വസീലയായി ദുനിയാവ് കണ്ട് ജീവിച്ച് ആഖിറം കരഗതമാക്കിയ മഹാന്മാരാണ്. രാജാക്കന്മാര് പോലും അത്തരത്തിലുള്ള മഹാന്മാരുടെ സവിധത്തിൽ ചെന്നിരുന്ന് നിർദ്ദേശം കേട്ടുപോയി. പിന്നെ അവരടുത്തേക്ക് പോയിരിക്കുന്നത് പതിവായി പോയി. അവരോട് സുഹബത്തിലായി ജീവിച്ചിട്ട് അവരുടെ രാജകീയമായ പദവിയെക്കാളും വലുത് ആഖിറമാണെന്ന് മനസ്സിലാക്കി പോയി. ദുനിയാവ് മാത്രം ചിന്തയുള്ള ആളുകൾക്ക് ദീന് കുറഞ്ഞു പോകും, ആഖിറം കുറഞ്ഞു പോകും, അതിലേക്കുള്ള വാസന കുറഞ്ഞു പോകും. നിങ്ങൾ കണ്ടില്ലേ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു വാചകം, ഓ മനുഷ്യാ, ഇന്നക അൻ തഹ്മിലൽ അഹ്ജാറ മഅൽ അബ്റാരി ഖൈറും മിൻ അൻ തകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. നിസ്കരിക്കാത്തവന്റെ കൂടെ, നോമ്പ് നോൽക്കാത്തവന്റെ കൂടെ, ഉമ്മമാരെ തലമറക്കാത്തവളെ കൂടെ, സദാസമയത്തും ചുണ്ടിന് പുരട്ടേണ്ട ആയുധവും വാങ്ങിയിട്ട് പുരട്ടി നടക്കുന്ന പെണ്ണിന്റെ കൂടെ, അരവസ്ത്രവും പെരുവസ്ത്രവും മുക്കാൽ വസ്ത്രവുമായി നടക്കുന്നവരെ കൂടെ ജീവിച്ച് ഹോട്ടലിലും മറ്റും കയറി നല്ല ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇന്നക അൻ തഖുലൽ അഹ്ജാറ മഅൽ അബ്റാർ, മഹത്തുക്കളെ കൂടെ നീ കല്ലേറ്റി കൊണ്ടുപോകുന്നതാണ്. ഖൈറുൻ, നിനക്ക് ഏറ്റവും ഉത്തമം, മിന്നൻ തഖുലൽ ഖബീസ മഅൽ ഫുജ്ജാർ, ദുഷിച്ച പ്രവർത്തനങ്ങളും ജീവിത രീതികളുമായി ജീവിക്കുന്ന മോഡേണിസ്റ്റുകളായ ആളുകളുടെ കൂടെ നല്ല പലഹാരം ഭക്ഷിക്കുന്നതിനേക്കാൾ, ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ, വാഹനത്തിൽ കറങ്ങുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നല്ല മഹത്തുക്കളെ കൂടെ കല്ല് ചുമക്കലാ. കല്ല് ചുമക്കാൻ എന്തൊരു സാഹസികതയുണ്ട്. പക്ഷേ നല്ലവരെ കൂടെ കല്ല് ചുമന്നോളൂ. ആ നല്ലവരുടെ കാറ്റ് തട്ടിയിട്ട് അവരെ വിയർപ്പിന്റെ വാസന അനുഭവിച്ചിട്ട് നന്മ ചെയ്യുന്നവരുടെ വാസനയും അവരുടെ സഹവാസവും അല്ലാഹു നിന്റെ ഖൽബിൽ തരുന്നു. അവരെ കൊണ്ട് നിനക്ക് ആഖിറം തരുന്നു. അതേ സമയത്ത് ദുഷിച്ച ആളുകളെ കൂടെ പോയിട്ട് നീ നല്ല പലഹാരം കഴിക്കുമ്പോ, സുഭിക്ഷ
മോശമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും നിന്റെ കൂടെയുള്ള സഹവാസികൾ ദുഷിച്ചവരാണ്, നിസ്കാരമില്ലാത്തവരാണ്, നോമ്പില്ലാത്തവരാണ്, ദീനിന്റെ സംസ്കാരങ്ങൾ മുഴുവനും പിഴുതെറിയുന്നവരാണ്, ബാപ്പയെ ഉമ്മയെ ബഹുമാനിക്കാത്തവരാണ്, കടമ തീർക്കാത്തവരാണ്, അള്ളാഹുവിൽ തന്നെ തികഞ്ഞ വിശ്വാസമില്ലാത്തവരാണ്, തമ്മാടിത്തരങ്ങൾ മുഴുവനും നല്ലതായിട്ട് അതൊക്കെ പുതിയ മുസ്ലിമിന്റെ മുഖമായിട്ട് കണ്ടിട്ട് ജീവിതത്തിലേക്ക് വലിച്ചു കൂട്ടുന്നവരാ. അവരെ സ്വഭാവങ്ങൾ അറിയാതെ നിന്റെ സംസ്കാരമായി മാറുന്നു. അവരെ ചെയ്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സഹോദരാ, ഈമാന് പോകുന്ന രീതിയിൽ, ഖാത്തിമത്ത് നഷ്ടമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകാരന്റെ കൂടെയും കൂടി പോകണ്ട. നിങ്ങൾ കണ്ടില്ലേ, രണ്ട് കൂട്ടുകാരെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരന്റെ കാരണം കൊണ്ട് മറ്റേ കൂട്ടുകാരന്റെ ഈമാന് പോയി. എന്താണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന പാഠം? അതിന്റെ ആയത്തുകളും വിഷയങ്ങളൊക്കെ പറയുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഭാവമുണ്ട്. മക്കയിലും ആ സ്വഭാവമുണ്ട്, മദീനയിലും ഒരു സ്വഭാവമുണ്ട്. ആര് ഭക്ഷണം ഉണ്ടാക്കി തങ്ങളെ ക്ഷണിച്ചാലും അത് ചെറിയ ആളാകട്ടെ വലിയ ആളാകട്ടെ, തൊഴിലാളിയാകട്ടെ പാവപ്പെട്ടവനാകട്ടെ മുതലാളിയാകട്ടെ, ക്ഷണം സ്വീകരിച്ച് തങ്ങൾ പോകുന്നൊരു പതിവുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദ്യക്ക് ക്ഷണിച്ചു. തങ്ങൾ പോയി കൊടുത്തു, ഭക്ഷണം കഴിച്ചു വന്നു. രണ്ടാമതും തങ്ങളെ ക്ഷണിച്ചു. തങ്ങൾ രണ്ടാമതും അങ്ങനെ വേറൊരു ദിവസം പോയി. മൂന്നാമത് വേറൊരു ഘട്ടത്തിൽ ക്ഷണിക്കാമെന്നപ്പോ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്കൊക്കെ ഞാൻ വരുന്നില്ലേ, ഞാൻ വിളിക്കുന്ന ദീനിലേക്ക് നിങ്ങൾക്കൊന്ന് വന്നുകൂടെ? സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്തിനാണ് ഈ മാത്സര്യ ബുദ്ധി? അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസവും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ ഉറച്ച് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചാലേ ഞാൻ നിങ്ങളെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കൂ. ബോധ്യമായിട്ടും നിങ്ങൾ എന്തിന് പിന്തിരിയണം? അതുകൊണ്ടതാ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യസാക്ഷ്യ വചനം ചൊല്ലി. അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോ ഈ ഉമയ്യത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരന്റെ പേരാണ് വലീദ്. വലീദ് ആ സദ്യയിൽ പങ്കെടുത്തിരുന്നില്ല, അയാൾ പുറത്തെവിടെയോ ആയിരുന്നു. നാട്ടിൽ വന്നപ്പോ ജനങ്ങൾ പറഞ്ഞു, വലീദേ, നിന്റെ കൂട്ടുകാരൻ ഉമയ്യത്ത് മുസ്ലിമായി പോയി. വലീദ് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഉണ്ട്. നിനക്കറിയുമോ, നിന്റെ കൂട്ടുകാരൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പോയി. ആദ്യഘട്ടത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു. രണ്ടാമതും കുറെ നാളുകൾ കഴിഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയപ്പോ ഭക്ഷണത്തിന് വിളിക്കാൻ പോയി. അപ്പൊ ഈ നബി തങ്ങൾ ക്ഷണം സ്വീകരിച്ചു പോയി. മൂന്നാമത് അള്ളാഹുവിന്റെ വിശ്വാസവും നബി തങ്ങളുടെ വിശ്വാസവും ഒക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി വിശദമായി ഇസ്ലാമിനെ പറ്റി ബോധ്യപ്പെട്ടിട്ടും നീ എന്തിനു മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ, വലീദേ, നിന്റെ കൂട്ടുകാരൻ ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോയി. വലീദ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചോ? സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരനെ കാണട്ടെ. വലീദ് പോയിട്ട് ഉമ്മയത്തിനോട് പറഞ്ഞു, നീ ഷഹാദത്ത് കലിമ ചൊല്ലിയോ? അപ്പൊ ഉമ്മയത്തൊന്നും മിണ്ടുന്നില്ല. ചോദിച്ചതിന് മറുപടി, നീ ഷഹാദത്ത് കലിമ ചൊല്ലിയോ? ആ, ഞാൻ ചൊല്ലി. എന്തിനാ നീ ചൊല്ലിയത്? അല്ല, എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു മാനക്കേടല്ലേ? ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകാന്നാണ്. ക്ഷണം സ്വീകരിച്ചിട്ട് വരാം, പക്ഷെ ഭക്ഷണം കഴിക്കൂല, ഞാൻ തിരിച്ചു പോരും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ഷഹാദത്തിലും ചൊല്ലി. നീ ചൊല്ലില്ലേ? ആ, ചൊല്ലി. എന്നാ ഞാനും നീയുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മള് ഫ്രണ്ട്സുകളല്ലേ, നമ്മള് കൂട്ടുകാരല്ലേ, നമ്മളെ ബന്ധപ്പെടാവില്ല. ഞാൻ നിന്നായിട്ട് ബന്ധം വേണോ? നീ തിരിച്ചു പോയിട്ട് ആ ഇസ്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. നീ ഇസ്ലാമിൽ നിന്നൊരു ബന്ധമില്ലാന്ന് പറയണം. പറഞ്ഞാ മാത്രം പോരാ, നീ ആ നേതാവിന്റെ മുഖത്തേക്ക് തുപ്പണമെന്നുകൂടി വലീദ് പറഞ്ഞു. എങ്കിലേ ഞാൻ നിന്നോട് ബന്ധമുള്ളൂ. സുബ്ഹാനല്ലാഹ്. കൂട്ടുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് ഉമയ്യത്ത് ബിൻ ഖലഫ് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഇസ്ലാമിൽ നിന്ന് രാജിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. വലീദ് ഏൽപ്പിച്ചതുപോലെ അങ്ങ് തുപ്പിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖം
മുഖത്തില് ആ ഉമിനീര് പോയി വീയാതെ അത് തിരിച്ചടിച്ചു പോയി. ഉമയ്യത്തിന്റെ മുഖത്തേക്ക് വന്നിട്ട് അതൊരു രോഗമായി മാറി. പിന്നെ ആ രോഗം മാറാൻ ഏടെ പാടുപെട്ടുപോയി. അപ്പോഴല്ലേ അല്ലാഹു ആയത്തിറക്കിയത്, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇവിടെ ഒരുപാട് ദിവസം വാദ നടക്കുന്നുണ്ട്, 20 ദിവസം വാദ നടക്കുന്നുണ്ട്. ഉസ്താദുമാര് വ്യത്യസ്ത വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് വലിയ ദൈവം നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവന്റെ ഇംഗിതത്തിനനുസരിച്ച് ദീന് വലിച്ചെറിഞ്ഞ് അനാവശ്യങ്ങൾ ജീവിതത്തിലേക്ക് മുഴുവനും വാരിക്കൂട്ടിയിട്ട് ആര് പറഞ്ഞതും കേൾക്കാതെ താന്തോന്നികളായി നടക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നാളെ ആഖിറത്തിൽ വഴിപിഴച്ചു പോയിട്ട് സർവ കൂട്ടുകാരും കൈകടിക്കുന്നൊരു നേരമുണ്ട്. നല്ലോണം ജീവിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടും അതിന്റെ മാർഗങ്ങളൊക്കെ അറിഞ്ഞിട്ടും വഴിതെറ്റിപ്പോയി മാർഗം പിഴച്ചു പോയ അക്രമി നാളെ ആഖിറത്തിൽ കൈകടിക്കും. ആലങ്കാരികമായി പറഞ്ഞതല്ല. ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു, കൈ കടിച്ച് 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 മുട്ടും കൈ വരെ വേദന കൊണ്ട് വിഷമം കൊണ്ട് കടിച്ച് കടിച്ച് നാവിലൂടെ പല്ലിലൂടെ കടിച്ച് പൊടിപൊടിക്കുന്നു. എന്നിട്ടവൻ പറയുന്നത്, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തങ്ങളെ പാത പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ ദുനിയാവിൽ കിട്ടിയ 60 കൊല്ലം, 50 കൊല്ലം, 40 കൊല്ലം, 28 കൊല്ലം, 20 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലായി നിലനിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ബാപ്പ ഓന്റെ കൂടെ നീ നടക്കരുത് എന്ന് പറഞ്ഞിട്ടും ഉസ്താദുമാര് നിർദ്ദേശിച്ചിട്ടും ഓൻ ഫാസിഖാണ്, ഓൻ കുടിയനാണ്, ഓൻക്ക് മറ്റേ സ്വഭാവമുണ്ട്, നീ പെട്ടുപോകല്ല മോനെ, ഓൻ വിദ്യാർത്ഥികാരനാണ്, ഒപ്പം സ്കൂളിൽ പഠിച്ചത് ശരിയാണ്, ഒരേ ബെഞ്ചിരുന്നിട്ടാണ് SSLC പരീക്ഷയൊക്കെ ശരിയാണ്, പക്ഷേ നിനക്കോനെ നന്നാക്കാൻ കഴിയാത്തത് കൊണ്ട് നീ അവന്റെ കൂടെ ചേർന്നിട്ട് അവന്റെ കൂടെ ആയിപ്പോകല്ലേ, അവന്റെ സംസ്കാരം കൂടി നീ ചേർക്കല്ലേ എന്ന് എല്ലാവരും പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ. എന്നിട്ട് ആഖിറത്തിൽ വെച്ച് കൈകടിച്ച് പറയുന്നത്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ആ ചങ്ങാതിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പുമായി നടക്കേണ്ടില്ലായിരുന്നു, കുടുങ്ങിപ്പോയല്ലോ. ലഖദ് അളല്ലനി, അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. നല്ല മാർഗം, നല്ല ഉത്ബോധനം കിട്ടിയ ശേഷം നന്നാകണമെന്ന് തോന്നിയിട്ടും എന്നവൻ തെറ്റിക്കളഞ്ഞു. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോ കാസർഗോഡ് ഒരു ചെറുപ്പക്കാരന്റെ കടയിൽ സാധാരണ 2-3 പ്രാവശ്യം അവിടെ ചായ കുടിക്കാൻ കയറിയില്ല, പരിചയത്തിനൊന്നും ചായ കുടിക്കാൻ കയറി. ഞാൻ ഇറങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നന്നാകണമെന്ന് തോന്നി ഓരോ ദിവസവും പ്രതിജ്ഞ എടുക്കാറുണ്ട്, പക്ഷെ എല്ലാ ദിവസവും പുതിയ 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 കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദുഷിച്ചു പോവുകയാണ്. നിങ്ങളൊന്ന് ദ്വാരക്കണം, അല്ലാഹു തആല അവരെയും നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹിന്റെ സ്വാലിഹീങ്ങളിൽ നല്ല മനുഷ്യന്മാർ അള്ളാഹു ചേർത്തി തരട്ടെ. അപ്പൊ കൂടെ കൂടെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനായ മൊബൈലും നമ്മളെ ചതിക്കും. മൊബൈൽ ഒരുപാട് ആൾക്കാരെ ചതിച്ച പോലെ നമ്മളെയും ചതിക്കും. എങ്ങനെ ചതിക്കും? അതിലുള്ള ദൃശ്യങ്ങൾ, അതിലുള്ള ശ്രാവ്യങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടാത്തതാണെങ്കിൽ നമ്മൾ അതിന്റെ അഡിക്റ്റായി മാറും. നിസ്കാരത്തെക്കാളും വലിയ ഇൻട്രസ്റ്റ്, ബാപ്പ ഉമ്മ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും വലിയ ഇൻട്രസ്റ്റ് കൂട്ടുകാരനായി കൂടെ കൊണ്ട് നടക്കുന്ന ഈ ഉപകരണമായിരിക്കും. ഏറ്റവും കൂടുതൽ നേരം കളയുന്നത് ബാപ്പയും ഉമ്മയും രോഗമായിട്ട് അപ്പുറത്ത് കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കാനല്ല, 2 മണി 3 മണി വരെ സമയം കളയുന്നത് ഈ ഒരു കൂട്ടുകാരന് വേണ്ടിയായിരിക്കും. എന്താണോ അയാൾ നമുക്ക് കാണിച്ചിരുന്ന ദൃശ്യങ്ങൾ അത് കണ്ടങ്ങനെ നേരം കളയുക, അതിനുവേണ്ടി അങ്ങനെ ഭ്രാന്ത് പോലെ ഉറക്കൊഴിച്ചിരിക്കുക. എല്ലാ സമയത്തും ആരോടും കണക്ഷൻ ഇല്ലെങ്കിലും ഇപ്പൊ കണക്ഷൻ ഒരു പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലേ. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തും തിരുവനന്തപുരം വരെ പോകുന്നതിന് ഇപ്പൊ ആൾക്കാർക്ക് കൂട്ടുകാരെ വേണ്ട, കാരണം കൂട്ടുകാർ റെഡി ആയിപ്പോയി. 2 കാതിലേക്കും കൂട്ടുകാരെ കയറ്റി വെക്കാണ്. എന്നിട്ട് അവിടെ ഇറങ്ങുമ്പോഴാണ് പിന്നെ തിരുവനന്തപുരം ആയില്ലേ, എത്ര പെട്ടെന്ന്, എത്ര ഒരു സന്തോഷമാണ് അല്ലാഹ് തന്നത്. ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര എത്ര സുഖമാണ്.
അവൻ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവന്റെ കാതിൽ നിന്ന് എന്തോ രണ്ടെണ്ണം പുറത്തേക്ക് ചാടിപ്പോയപ്പോ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി. കാരണം അതിലൂടെ മുഴുവനും പറയുന്നത് സെക്സിന്റെ വർത്തമാനം മാത്രമാണ്. പ്രേമത്തിന്റെയും കാമുകന്റെയും കാമുകയുടെയും വൃത്തികേടുകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ഈ യാത്ര ചെയ്യുന്ന നല്ല തോന്നിക്കുന്ന നല്ല പേരുള്ള ഈ ചെറുപ്പക്കാരൻ ഇതാണോ കേൾക്കുന്നത്? ഇതാണോ കാണുന്നത്? കുറച്ചു കഴിയുന്ന കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണുപോയി നോക്കുമ്പോൾ ആൾക്കാർ മുഴുവനും കണ്ണുപൊത്തിപ്പോയി. കാരണം അതിൽ കാണുന്നത് നീല കളറും പച്ച കളറും മറ്റു കുറെ കളറില്ലേ, ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കളറിന്റെ സിസ്റ്റാണ് കാണുന്നത്. കാണുന്ന ആൾക്കാർക്ക് കണ്ണൊത്തിപ്പോയത് കാണാൻ അവർക്കൊരു മടിയായി പോയി. ഒരാൾ മൊബൈൽ എടുത്തിട്ട് വേഗം അയാളെ ശരീരത്തിലേക്ക് തന്നെ വെച്ചുപോയി. അപ്പൊ അയാൾ ഉറക്കിൽ നിന്ന് ഉണർന്നു. മൊബൈൽ ശരീരത്തിൽ തട്ടിയപ്പോ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് വേഗം പിന്നെയും കാതിലേക്ക് ആ രണ്ട് കൂട്ടുകാരെ വീണ്ടും കയറ്റി വെച്ചിട്ട് പിന്നെയും സുഖത്തോടെ ഉറങ്ങാണ്. എന്താ നമ്മൾ കാണുന്നത്? എന്താ നമ്മൾ കേൾക്കുന്നത്? നമ്മൾ ആലോചിക്കണം. നമുക്ക് കൂട്ടുകാരായിട്ട് ഒറ്റ കിടക്കാൻ അവിടെ ആരെങ്കിലും മൊബൈലും അതിന് കാതിലേക്ക് വെക്കാൻ രണ്ട് ഇയർഫോണും തരുമോ? ആരെങ്കിലും കൂടെ കൊണ്ടുവരുമോ? നല്ലത് കേൾക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാർ ഉറങ്ങിപ്പോവാണ്. കണ്ടില്ല നിങ്ങള്? ചില ആൾക്കാർക്ക് പറയും നല്ല സുഖമാണ്, ഒരു വാദങ്ങ് മൊബൈലിൽ വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടും. ആയത്തിൽ കുറിച്ച് ചിലപ്പോൾ 100 ഓതിയാൽ ഉറക്കം വരില്ല. നല്ലൊരു വാദം പഠിക്കാൻ പറ്റിയൊരു വാദങ്ങ് വെച്ചാൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരും കാണാം. മുൻകർ നക്കീറിനൊക്കെ ചോദ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുണ്ടാവും. അവരാ ചോദ്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവും. കൂർക്കം വലിയുണ്ട്. അതാ നല്ലത് കേട്ട് പഠിക്കേണ്ട സാഹചര്യത്തിൽ ഉറങ്ങുക. രാവിലെ ഇയാളൊരു ക്ലാസ്സിൽ പങ്കെടുത്തു, ഖുർആൻ ക്ലാസ് ആണ്, കേട്ട് പഠിക്കാൻ നല്ല ഒരു ആയത്തിന്റെ തഫ്സീറാ കേൾക്കുന്നത്. അത് ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പത്തിന് ഉറങ്ങി. അത് മാറ്റിയിട്ട് പിന്നെ അയാളൊരു വാർത്തയുടെ അപ്പുറം ഇട്ടു. അയാൾ കണ്ണിങ്ങനെ വെച്ചിട്ട് പോലും അയാൾ ഉറങ്ങുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല, ഉറങ്ങേണ്ട നേരായിട്ട് ഉറങ്ങുന്നില്ല. അപ്പൊ എന്താ നമ്മളെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് താല്പര്യമായിട്ട് കടന്നിരിക്കുന്നത്? എന്താ? നല്ല വാസനയോ ദുഷിച്ച വാസനയോ? ഏതാ നമ്മളെ ശരീരത്തിന് ഫിറ്റ് ആയിട്ടുള്ളത്? യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ബാപ്പയുള്ള കാലം, കൂട്ടുകാര് നല്ലവരുള്ള കാലം, നല്ല നിലക്ക് ജീവിച്ചിട്ടൊരു കൂട്ടുകാരനെ കിട്ടിയപ്പോ അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. വകാന ശൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. വ്യത്യസ്ത രൂപത്തിൽ പിശാചുക്കൾ വരൂലേ? തെറ്റിക്കുന്ന മനുഷ്യന്മാർക്ക് മനുഷ്യ പിശാചുക്കൾ എന്നല്ലേ അള്ളാഹ് പേര് പറഞ്ഞത്. അങ്ങനത്തെ കൂട്ടുകാരെയല്ലേ കിട്ടിപ്പോയത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അന്ത്യം മോശമാക്കുന്ന രീതിയിൽ ഈ വലീദല്ലേ ഉമയ്യത്തിന്റെ ഷഹാദത്ത് മുഴുവനും നീക്കിയത്. നല്ല നിലക്ക് മരിച്ചുകൊണ്ട് ആ മനുഷ്യനെ കുഫറിലേക്ക് മാറ്റിയത് വലീദല്ലേ. അവന്റെ ഫ്രണ്ട്ഷിപ്പ് വിടാൻ പറ്റൂല എന്ന് കരുതിയിട്ടല്ലേ അഷ്ഹദ് ചൊല്ലിയ നാവ് കൊണ്ട് അത് പിൻവലിച്ചു പോയത്. എത്രമാത്രം വലിയ സങ്കടകരമാ. അതാ 2 കൂട്ടരിൽ മാത്രം ഒതുങ്ങണ്ട. എത്ര ആളുകള് ആ രൂപത്തിൽ ബാപ്പയെയും ഉമ്മയെയും അകറ്റിയിട്ട് കൂട്ടുകാരന്റെ സിദ്ധാന്തം സ്വീകരിച്ച് ബാപ്പയെ അകറ്റി നിർത്തി, ഉമ്മയോട് പിണങ്ങിപ്പോയി എന്ന് ആഖിർ സമാനിൽ വരുന്ന ആളുകൾക്ക് അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനൊരു അടയാളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടല്ലോ. വഅദ്നാ സ്വദീഖഹു വഅഖ്സാ അബാ വജഫാ ഉമ്മാ. ഉമ്മാനോടും അപ്പാനോടും തെറ്റി കൂട്ടുകാരൻ അടുപ്പിച്ച് നിർത്തി. അവൻ പറയുന്നത് മുഴുവനും സ്വീകരിച്ചു, കൂട്ടുകാരി പറയുന്നത് സ്വീകരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. ആരും തെരഞ്ഞിട്ടോ വന്നിട്ടോ വിളിച്ചിട്ടോ വന്നില്ല. ആ രൂപത്തിൽ സ്വന്തം സിദ്ധാന്തങ്ങളുമായി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മാർഗം, നിങ്ങൾ വേണമെങ്കിൽ മറ്റു മക്കളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോയവർക്ക് പോലും ഏണി വെച്ചു കൊടുത്തത്, താങ്ങ് കൊടുത്തത് കൂട്ടുകാരാ. അതുകൊണ്ടാണ് ഉമറുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാര്, സദഖത്തുൽ ഖാഹിൽ ഖാഹിരിയെ പോലത്തെ മഹാന്മാര്, മറ്റു പല മഹാന്മാരും നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശം അതാണ്. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. എൻ്റെ കൂട്ടുകാരാ, നല്ല സുഹൃത്തിനോട് നീ ചങ്ങാത്തം കെട്ടണം. ആരാണ് ആ നല്ല സുഹൃത്ത്? ദീനിലായിട്ട് നിന്നെ ഉറപ്പിച്ചു നിർത്തും, നന്മകളെ കൊണ്ട് നിന്നോട് ഉപദേശിക്കും. നിന്നയിൽ നിന്ന് വല്ല തിന്മയും കാണുമ്പോ അവന് നീരസം വരും, നീ അത് ഒഴിവാക്കും. അങ്ങനെ നല്ല നിലക്കുള്ള സൗഹൃദം
സൗഹൃദം പാലിക്കുന്ന മുഅ്മിനീങ്ങളില്ലേ, അവരെയാണ് നീ മനസ്സിലേക്ക് കൂട്ടുകാരായി നീ സ്വീകരിക്കേണ്ടത്. അവരോടൊപ്പമാണ് നീ കൂടുകെട്ടി നടക്കേണ്ടത്. അല്ലെങ്കിലോ നിന്റെ ഖാത്തിമത്ത്, നിന്റെ അന്ത്യം മോശമായി പോകുന്നു. അങ്ങനത്തെ കൂട്ടുകാര് വേണ്ട, നല്ലവര് മാത്രം മതി. നല്ലവരോടൊപ്പം സഹവസിച്ച് നടക്കുന്ന ആളുകൾ എത്ര രൂപത്തിൽ നന്നാകുന്നറിയോ? മാഉൽ കനീഫി ഇദാ മസാല മുഖ്തലിത്വാ ബിമാഇ നഹിരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. ടോയ്ലറ്റിൽ നിന്ന് ഒഴുകുന്ന മലിനജലം കണ്ടിട്ടില്ലേ? അതൊരു സമുദ്രത്തോട് പോയി ചേർന്നാൽ പിന്നെ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിലെ വെള്ളം കാണാനില്ല. മുക്കി നോക്കുന്ന വെള്ളത്തിന് അതിന്റെ വാസനയില്ല, അതിന്റെ കളറില്ല, അതിന്റെ രുചിയില്ല, ക്ലീൻ ചെയ്തു പോയി. നല്ലവരോടൊപ്പം സാവസിക്കുമ്പോ നിന്റെ ലാഹിറും ബാത്തിനും അവര് നന്നാക്കി പോയി. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാരില്ലേ, അവരുടെ മാതൃകകൾ സ്വീകരിക്കുക, സ്വഹാബിമാരെ അവലംബിക്കുക, ഇമാമിങ്ങളുടെ വഴി സ്വീകരിക്കുക, നാട്ടിലെ നല്ല നല്ല ആലിമീങ്ങളെ സുഹബത്ത് വെക്കുക, സാദാത്തുക്കളോട് ബഹുമാനം വെക്കുക. നമുക്ക് ഖൈറ് മാത്രം തരുന്ന ഒരു ഷർറും തരാത്ത മഹാന്മാരാണ് മറപെട്ട് കിടക്കുന്ന മഹാന്മാർ. അവരെ മാനസികമായും ശാരീരികമായും അടുപ്പം സ്ഥാപിക്കുക. അവരെ വടിയിലായി ചേർന്ന് കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അവരുടെ ജീവിത സരണി അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. ആ വഴി സ്വീകരിച്ചുകൊണ്ട് അവരോട് മഹബത്ത് വെച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.